പൂർണ്ണ ബോധ്യത്തോടുകൂടി തന്നെ തുടങ്ങുകയാണ്. ഹരീഷ് സംസാരിക്കാൻ പറയണ്ടായി. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഇരുന്നപ്പോൾ ആദ്യത്തെ സ്വാഗത പ്രസംഗകൻ റജു പറഞ്ഞൊരു കാര്യമാണ് എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. കാരണം ഒരു അർഹതയുമില്ലാത്ത ആളുകൾക്ക് വലിയ അംഗീകാരം കിട്ടുമ്പോൾ അലിമാഷ പോലെയുള്ള സമൂഹത്തിന് സേവനം ചെയ്ത ആളുകൾ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിന് മുൻകൈ എടുത്ത റജുവിനും അതുപോലെ തന്നെ ടീമിലുള്ള എല്ലാവരുടെയും പേര് ഹരീഷിനും മാത്രമേ പരിചയപ്പെട്ടിട്ടുള്ളൂ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അലിമാഷെ പോലെയുള്ള വ്യക്തികൾ ഇപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ തന്നെ 80-ന് ശേഷമാണ് നമ്മൾ അദ്ദേഹത്തിന് അംഗീകരിക്കുന്നത്. ഇതുപോലെയുള്ള വ്യക്തികൾ ഇനിയും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ അടുത്ത തലമുറയെ നല്ല രീതിയിൽ ദുഷിച്ച മാർഗത്തിൽ നിന്ന്, ഞാൻ ദുഷിച്ച മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു, ദുഷിച്ച മാർഗത്തിൽ നിന്ന് തിരുത്തിക്കൊണ്ട് നല്ല രീതിയിലേക്ക് വരുവാൻ ഇത്തരമുള്ള ആളുകൾ ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. അവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവസരം നൽകിയ ഈ ടീമിന് നന്ദി പറഞ്ഞുകൊണ്ട് അലിമാഷ് എനിക്ക് ഇനിയൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ 49 വർഷമായി ചെന്നൈയിലായിരുന്നു. 1 വർഷമായിട്ടേ ഉള്ളൂ കോഴിക്കോട് വന്നിട്ട്. പക്ഷേ ഈ വർഷങ്ങളിലെല്ലാം തന്നെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടത് മുതൽ എന്തൊരു സംശയമുണ്ടെങ്കിലും എപ്പോഴും വിളിച്ചാലും അത് ക്ലിയർ ആക്കുകയും ചെറുപ്പക്കാരേക്കാൾ വേഗതയിൽ കാര്യങ്ങൾ എത്തിക്കാനും കഴിവുള്ള അലിമാഷയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.